അസ്സലാമു അലൈക്കും. അബ്ദുള്ള കാസർഗോഡാണ്. ഞാൻ വയനാടുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തിരി സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ വയനാടുമായി ബന്ധപ്പെട്ടിട്ട് 2-3 വീഡിയോ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഇന്നൊരു വീഡിയോ കൂടി ഉണ്ടാക്കണമെന്ന് തോന്നാൻ കാരണം എല്ലാവരും അവിടെ പ്രളയം ഉണ്ടായ സന്ദർഭത്തിൽ എല്ലാവരും സഹകരിച്ചു, എല്ലാവരും കരഞ്ഞു, പിന്നെ വിഷമിച്ചു, എല്ലാവരും അതിന് അഭിപ്രായങ്ങൾ പറഞ്ഞു, എല്ലാവരും പ്രവർത്തിക്കാൻ സജീവമായി രംഗത്ത് വന്ന് പല ഭാഗത്തുനിന്നും അവിടെ ദുരിതത്തിൽ അകപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ അർപ്പിക്കാൻ തുടങ്ങി. ഒരുപാട് സംഘടനകൾ പെരുപ്പിക്കാൻ തുടങ്ങി. ഇത് പറയുന്നതിൻ്റെ കാരണത്തിൽ മുസ്ലിം ലീഗിന് ഒരു പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതൊരു അത്ഭുതം തന്നെയാണ്. ഇതിപ്പോൾ ഒരു ജാതിയോ മതമോ രാഷ്ട്രീയപരമായിട്ട് ഞാൻ സംസാരിക്കുന്നതെന്ന് വിചാരിക്കുന്നതായിരുന്നു. പറയേണ്ട വരുന്നത് കൊണ്ട് പറയുന്നത്, അതുപോലെ തന്നെ പറയേണ്ട സന്ദർഭത്തിൽ പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു പ്രസക്തിയും അതിനെ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും എല്ലാ ആളുകളും സഹകരിച്ച് സംഘടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോഴത് അത് ആഗസ്റ്റ് 15 ലീഗിൻ്റെ നേതൃത്വം സമയം വെച്ചിരുന്നു. ആ സമയത്തിന് നീട്ടിക്കൊടുത്ത് ആഗസ്റ്റ് 31 നീട്ടിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ സന്ദർഭത്തിൽ ബാക്കി കാണുന്ന ഞാൻ മുന്നേ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഏകദേശം ആളുകളൊക്കെ നമ്മളെ പരിപാടി കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു എന്ന് വിചാരിച്ച്, അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. അങ്ങനെ എല്ലാവരും ഓരോ ആളുകളും ഓരോ ഭാഗത്ത് പോവുകയും, അതുപോലെ തന്നെ 100 ചില്ലറെ ആളുകളെ ഇന്നും കണ്ടുകിട്ടിയിട്ടില്ല. ജനങ്ങളെ തിരഞ്ഞെടുക്കേണ്ട മരിച്ചുപോയ മനുഷ്യന്മാരെ എല്ലാം അവയവങ്ങൾ കഷ്ണം പറക്കിയെടുത്ത സംഭവമാണ് വയനാട്ടിലുണ്ടായിട്ടുള്ളത്. അതിൽ ഇനിയും ഏകദേശം 120ഓളം എന്തോ ജനങ്ങൾ ഇപ്പോഴും കാണാൻ പറയാത്താണ്. ആ പ്രവർത്തനത്തിനെ പോലും ഗവൺമെൻറ് താൽക്കാലികമായിട്ട് ചുരുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മളിപ്പോൾ കണ്ടതാണ് കർണാടകത്തിൽ ഒരു ലോറിയും 2-3 ആളുകളും കാണാണ്ടായതിന് വേണ്ടിയിട്ട് പുഴയൊക്കെ വറ്റിച്ചിട്ട് കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഉൽമാനൊക്കെ ആക്കിയ ആളുകളാണ് നമ്മളെ കേരളത്തിൻ്റെ ആളുകൾ. ഈ പറയാനുള്ള കാരണം സാഹചര്യത്തിന് നമ്മൾ സംസാരിക്കുമ്പോഴല്ലേ സംഗതി മനസ്സിലാവും. ഇപ്പോൾ ഗവൺമെൻറ് ആ തെരച്ചിൽ ഈ 100 ജനങ്ങൾ ഇതുവരെ കണ്ടുകിട്ടാത്ത സന്ദർഭത്തിൽ അതേ തെരച്ചിലൊക്കെ ചുരുക്കിയിട്ട് താൽക്കാലികമായിട്ട് ഇപ്പോൾ പിന്തിരിഞ്ഞിട്ടാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പറയേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ ഗവൺമെൻറ് പോലും ആ മരിച്ചവരുടെ കയ്യിലെ വോട്ട് തന്നെ കൊണ്ട് ഇളക്കിയിട്ട് പിന്നെ എന്നിലുള്ള മുന്നോട്ടുള്ള കാര്യം നോക്കാൻ തട്ടി ഇറങ്ങുമ്പോഴും ലീഗിൻ്റെ പ്രവർത്തനത്തിനെ പ്രശംസിക്കേണ്ടി വരും. കാരണം തരും ആഗസ്റ്റ് 15 വരെക്ക് സമയം പറഞ്ഞിട്ട് 31 മാറ്റി. അത് മാത്രമല്ല, ഇനി നമ്മൾ കേരളത്തിൽ നോക്കാം, വേറെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കേരളത്തിൽ മാത്രമേ നമുക്ക് നോക്കാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിലൊരു പാർട്ടി, ആ പാർട്ടിയെ പോലെ പ്രവർത്തിക്കാനും അങ്ങനത്തെ ഒരു മനസ്സ് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നിടത്തേക്കുള്ള ഒരു പ്രത്യേകത. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്തേക്ക് 25 കോടി രൂപയോളം ഇവരെ ലീഗിൻ്റെ ആപ്ലിക്കൻ്റ് വന്നു എന്നുള്ളതാണ് തോന്നുന്നു. പിന്നെ ഒരുപാട് സ്ഥലം, പിന്നെ ഒരുപാട് വീട്, ഇതൊക്കെ ലീഗിൻ്റെ നേതൃത്വം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പാർട്ടി ബേസിൽ ആരുമില്ല എന്നുള്ളതാണ് യഥാർത്ഥം. അപ്പോൾ പറയുമ്പോൾ മറ്റുള്ള പാർട്ടിക്കാരൊക്കെ കൊടുത്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ലീഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലീഗ് ഒരു പാർട്ടിയാണെങ്കിൽ അതുപോലെ മറ്റെല്ലാവരും പാർട്ടിക്കാരും, ആ പാർട്ടിക്കാരും അവരൊക്കെ മാർക്സിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും ആരായാലും അവരൊക്കെ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ അവരെ കൈനവർ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ കൊടുത്തത് ആരും ജാസ്തി കുറവ് നല്ല പറയുന്നതിൻ്റെ അർത്ഥം പ്രവർത്തനത്തിനെ പറ്റി പറയുന്നതാണ്. ലീഗിൻ്റെ ഒരു പ്രത്യേകതയെ പറ്റി ഞാൻ പറയുന്നത്. കാരണം ലീഗിൽ എന്ന് വെച്ചാൽ മറ്റേ പാർട്ടികൾക്ക് ഭിന്നമായ രൂപത്തിലാണ്, വേറൊരു രൂപത്തിലാണ് പാർട്ടിൻ്റെ എല്ലാ പ്രവർത്തനവും. കാരണം ലീഗ് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, അത് എല്ലാ ആളുകൾക്കും സംരക്ഷണം എന്നുള്ള രൂപത്തിൽ ഉണ്ടാക്കിയ പാർട്ടി തന്നെയാണ് ലീഗ്. അതിൻ്റെ ഭരണഘടന അങ്ങനെ തന്നെയാണ്. പക്ഷെ അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അതേ ലീഗാണ് ഇത്രയും കാലങ്ങളായിട്ട്. ഇത് പറഞ്ഞതിൻ്റെ കാരണം ലീഗ് മാത്രമല്ല പ്രവർത്തിക്കുന്നത്, ലീഗിൻ്റെ പോഷക സംഘടനകൾ മനസ്സിലായില്ലേ, അതുപോലെ തന്നെ SKSF, MSF, അതുപോലെ തന്നെ മറ്റുള്ള സമസ്തൻ്റെ ഒരുപാട് മുസ്ലിം സംഘടനയിൽപ്പെട്ട്
പിന്നെ യുവജന വിഭാഗം, അതായത് കുട്ടികളുടെ വിഭാഗം, അതുപോലെ തന്നെ മറ്റ് ദർസ്, അറബിക് കോളേജ്, യത്തീംഖാനകൾ, ദർഗകളുടെ സ്ഥലം, മദ്രസ, എല്ലാ തുറയും ലീഗിൻ്റെ ഒരു പിരിവാണെങ്കിലും എല്ലാ വിഭാഗത്തിൽ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെല്ലാം വിഭാഗങ്ങളുണ്ടോ അതിൽപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും പിരിവെടുത്തിട്ട് സംഘടിപ്പിച്ച് സ്വരൂപിച്ചിട്ട് എത്തിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരു സംഘടന നമ്മൾ കാണുന്നു. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഒക്കെ സാധാരണ കാണാറുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഇങ്ങനെ ഒരു സ്വരൂപിക്കുന്ന ഒരു കഴിവ് അത് ലീഗിനല്ലാതെ മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്തത് തന്നെയാണ്. കാരണം എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഇപ്പം ലീഗ് ഈ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ഒന്നുമല്ല, ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന കൊണ്ട് വാങ്ങുന്നതോടുകൂടി തന്നെ ഇപ്പം ഒരുപാട് ജനങ്ങൾക്ക് 15,000 ഇങ്ങനെ പിന്നെ മറ്റേ കച്ചവട സാധനങ്ങൾക്ക് നഷ്ടപ്പെട്ടവർക്ക് ഇവർക്കൊക്കെ സഹായമായിട്ട് ലീഗ് കൊടുക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചതൊക്കെ നമുക്ക് കാണുന്നില്ല. കാരണം ഒരു കേരള ഗവൺമെൻറ് അല്ലല്ലോ, ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ലീഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെയാണ്. കാരണം ലീഗിനെ പോലെ അങ്ങനെ ഒന്ന് ചിന്തിച്ച് ചെയ്യാൻ മറ്റൊരു പാർട്ടിക്കാർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ഗവൺമെൻറ് കൊടുക്കില്ല എന്നല്ല. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ലീഗിൻ്റെ ചില പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നത്. കാരണം ലീഗ് ഒരുപാട് വീട് കെട്ടാൻ വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്തവരുണ്ട്, ലീഗ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ലീഗിൻ്റെ സംഘടനകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ലീഗിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേ സ്ഥാനത്ത് ഗവൺമെൻറ് വിടുന്നതിന് സ്ഥലം കൊടുത്താലും ശരിക്കും ആ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കാൻ പറ്റും, വീട് കിട്ടും, ലഭിക്കപ്പെടും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2-3 വീട് കിട്ടി അത് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ പറയുന്നതിൻ്റെ കാര്യം ലീഗിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ 25 കോടിയിൽ നിൽക്കുന്നു ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കും. 25 കോടിയിൽ നിൽക്കുമ്പോൾ കേരള ഗവൺമെൻറ്റിന് 174 കോടി രൂപ കിട്ടി. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇനി അങ്ങോട്ട് ആരും ഇങ്ങനെ പിരിപ്പിക്കാനോ അല്ല ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ ആരുമില്ല. ഇത് പറയുന്നതിൻ്റെ കാരണത്തിൽ ഒരു വിഭാഗമോ അല്ലെങ്കിൽ ഒരു പാർട്ടി, ഒരു മുസ്ലിംസ് എന്നുള്ള പേരിലല്ല ഈ പറയുന്ന ഉദ്ദേശം. അത് തെറ്റിദ്ധരിക്കരുത്. ഇപ്പം നമുക്ക് നമ്മൾ കർണാടകത്തിൽ ഒരു 3 ആൾ കാണാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ എത്ര ആളുകൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തെല്ലാം 2 ഗവൺമെൻറ് പോലും 2 രാജ്യത്തെ കർണാടകവും കേരള ഗവൺമെൻറ്റും പോലും അഭിപ്രായം പറയുന്നതൊക്കെ എത്തിയിട്ടുണ്ട്. അത്രയും വലിയ പ്രശ്നങ്ങളുമായിരുന്നു. ഈ 100 ചില്ലരോളം ജനങ്ങൾ ഇപ്പോൾ കാണുന്നില്ലല്ലോ വയനാട്. എന്തുകൊണ്ട് ആരും ഉണ്ടാത്തത്? ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണത്തിൽ അങ്ങനെ അല്ല വേണ്ടത്. ഒരു കാര്യം ലീഗ് ചെയ്യുന്ന ആൾക്ക് തന്നെ ആയിരിക്കണം. ലീഗ് ചെയ്യുന്ന ആളില്ലേ അവർ ഏറ്റെടുത്ത പദ്ധതി അത് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവരിപ്പം ഈ ആഗസ്റ്റ് 30 വരെ നീട്ടിക്കൊടുത്ത് ആരെങ്കിലും ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ ഈ ഡേറ്റ് നീട്ടിക്കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? അതാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത. അപ്പം ലീഗിനെ പ്രശംസിക്കാതെ പറ്റൂല. ലീഗിൻ്റെ പ്രവർത്തനം ശരിയതാണ്. കാരണം ലീഗിൻ്റെ ചില പോരായ്മകൾ കാണുമ്പോൾ ഞാനൊക്കെ അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ ലീഗിനെ പോലെ പ്രവർത്തിക്കാൻ ഇന്ത്യൻ രാഷ്ട്രത്തിൽ തന്നെ സഹായിക്കുന്ന, ദുരിതത്തിൽപ്പെടുന്നവരെ സഹായിക്കാൻ ഓടിയെത്തുന്നൊരു സംഘടനയോ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെ പോലത്തെ ഒരു സമുദായം ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. മറ്റൊന്ന് പറയാണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ സമുദായം എന്ന് പറയുമ്പോൾ വേറെ അതിൻ്റെ ഒന്ന് പറയാനുള്ളത്, നമ്മൾ കേരളത്തിൽ 14 ജില്ലയുണ്ട്. ഒരു 2-3 ജില്ലയിൽ ചെറിയ സംഖ്യ മാത്രമേ ദുരിതാശ്വാസ നിധി കൊടുത്തിട്ടുള്ളൂ. അത് നമുക്കറിയാൻ സാധിച്ചു. ഞാൻ ആ ജില്ല ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. എന്തുകൊണ്ട് ഇവിടുത്തെ കൊടുത്തില്ല? അവിടെ പ്രധാനപ്പെട്ട പൈസക്കാർ, നല്ല കാശുള്ളവർ, പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. എന്തുകൊണ്ട് ദുരിതാശ്വാസ നിധി കൊടുത്തില്ല? നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ പോകുന്നത് പല രൂപത്തിലും പല ഭാവത്തിലും വന്നത് മനസ്സിലാക്കണം. അപ്പോൾ എനിക്ക് അവരോട് പറയേണ്ടതെങ്കിൽ അവരെ ഇന്ത്യയിലൊന്നും പ്രളയം കൊടുത്തൊന്നും വരാത്ത കുറച്ച് കാക്കട്ടെന്നേ നമുക്ക് പറയാനുള്ളൂ. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ അവരെ ജില്ലയിൽ വന്നാലും അവരൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വന്നാലും ഇതേ മുസ്ലിം ലീഗ് മുൻപന്തിയിലുണ്ടാവും. അത് മറ്റൊരു കാര്യം. എന്നാലും ആ ജില്ലകൾ എന്തുകൊണ്ട് അങ്ങനെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് കുറഞ്ഞു പോയതെന്നും കൂടി ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള സംഭവം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഏത് ഭാഗത്ത് എപ്പോഴാണ് എന്ത് സംഭവിക്കുന്നതൊക്കെ പറയാനൊന്നും പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ആളുകൾ വിഷമത്തിൽ അകപ്പെടുമ്പോൾ അവരെ നമ്മൾ സഹായിക്കുക എന്നത് തന്നെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. അത് തന്നെയാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അത് ദൈവം പടച്ചവൻ സ്വീകരിക്കുകയും ചെയ്യണം. അതിൻ്റെ പ്രവർത്തനം അതുപോലെയാണ്. ഇപ്പം ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ആരെങ്കിലും ക്രെഡിറ്റ് എടുക്കാൻ, പേരെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷേ മുസ്ലിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. എന്തെന്ന് ഇവിടെ നിന്ന് കൊടുത്താൽ അവിടെ നിന്ന് കിട്ടും എന്നുള്ള അതിൻ്റെ പ്രതിഫലം തരുന്ന നാഥൻ ഉണ്ട് എന്ന് വിശ്വസിച്ച് ചെയ്യുന്ന പ്രവർത്തനം ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ചെയ്യുന്നത്. അതുകൊണ്ട്
എനിക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, കഴിവിൻ്റെ പരമാവധി ഗവൺമെൻറ്റിലേക്കും അല്ലെങ്കിൽ ലീഗിൻ്റെ സംഘടനയുടെ അവരെ ആപ്പിലേക്കും പൈസ എത്തിച്ചു കൊടുത്ത് അവിടെ കിടക്കുന്ന ഈ വിഷമം അനുഭവിച്ച എല്ലാവരും സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും പ്രയത്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനുള്ള തക്കതായ പ്രതിഫലം തരുമെന്ന് പറഞ്ഞുകൊണ്ട്, നമ്മളെല്ലാവരെയും അതുപോലെ ഉള്ള അപകടത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾക്ക് ക്ഷമിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്.